ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു പേക്ക് നൂഡിൽസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്ന് പറയാൻ വേണ്ടി കാരണം. നൂഡിൽസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ മാഗി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത് പിന്നെ ഏത് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ അറിയുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 പേക്ക് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് അളവിൽ വെള്ളത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെയുള്ള പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ ചേർത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയി വരുന്നവരെ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കട്ടെ. ഒരു പിസ്സൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ ഒരു എരിവിന് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാഗിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഏകദേശം ചൂടോടെ തന്നെ ഉണ്ടോ നമ്മൾ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടിയിൽ നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം നമുക്ക് മാഗി ബേസായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊരു അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. 5 മിനിറ്റ് മതിയാവും കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പിസ്സ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാം. പിന്നെ ചെറിയ സവാള, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചിക്കനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല ചീസി ആയിരിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒറിഗാനോയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ മെൽറ്റായി വരുന്ന ആ ഒരു സമയം മാത്രം മതിയാവും കേട്ടോ. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇത് തീർച്ചയായിട്ടും. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. പിന്നെ ഞാനിത് ചെറിയൊരു രീതിയിൽ വെറൈറ്റി ആയിട്ടൊന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ചട്ടി ഉണ്ടാവുമല്ലോ, അതിൽ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് തന്നെ മൊത്തമായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, താങ്ക് യു.